സദാനന്ദ മുതലാളി വാങ്ങിയ സ്ഥലത്താ. അത് തൽക്കാലം പൊളിക്കാൻ വകുപ്പില്ല. എന്നിട്ട് പൊളിച്ചു കളയാമെന്ന് വില്ലേജ് ഓഫീസർ ഉറപ്പ് തന്നാണല്ലോ. ഏത് വില്ലേജ് ഓഫീസർ? ഞാനാ വില്ലേജ് ഓഫീസർ. എന്താ, ഞാൻ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തതിന് താനും സാക്ഷിയായിരുന്നില്ലേ? തന്റെ പ്രസൻസിലല്ലേ ഈ അച്ഛനോട് കള്ളുഷാപ്പ് കത്തിച്ചു കളയാൻ ഞാൻ പറഞ്ഞത്? അത് നടപ്പിലാക്കാൻ എന്താ ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ മാഡം. കള്ളുഷാപ്പ് സദാനന്ദ മുതലാളിയുടെ. മതി. അതായത് നാട്ടിലെ പ്രമാണിയാണെന്ന് മനസ്സിലായി എന്ന് കരുതി നാട് ഭരിക്കുന്നതും നമുക്ക് ശമ്പളം തരുന്നതും അയാളല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ വയ്യെങ്കിലേ ഞാൻ തന്നെ വേണ്ടത് ചെയ്തോളാം. ഇന്ന് രാത്രിയിൽ അന്തിക്കള്ള് മോന്താൻ ആ കള്ള് ഷാപ്പിൽ ആരും വരില്ല. ആരും. അതിനു മുൻപ് കയ്യേറിയ ഭൂമിയിലെ കള്ള് ഷാപ്പ് ചാരമായിരിക്കും. വന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. അതിന്റെ ആവേശമാ. സദാനന്ദ മുതലാളിയുടെ കണ്ണിലെ കരടാവണ്ട കിളവാ. അച്ഛൻ വിഷമിക്കണ്ട. ആദ്യമായിട്ടാ ഇവിടെ നല്ലൊരു വില്ലേജ് ഓഫീസർ വരുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ നടക്കും. അച്ഛൻ ധൈര്യമായിട്ട് വയ്ക്കാം. സാറേ, ഇതാണ് നമ്മുടെ പുതിയ വില്ലേജ് ഓഫീസർ ഭാഗ്യലക്ഷ്മി മാഡം. ഒരു വില്ലേജ് ഓഫീസറുടെ അടുപ്പൊക്കെ ഉണ്ട്. പ്രവൃത്തിയിൽ മാത്രമല്ല, കാഴ്ചയിലും. അല്ല, എന്നാ ഉദ്ദേശം? ഈ നാട്ടുകാരിയാണെങ്കിലും അന്യനാട്ടിലായിരുന്നു ഇത്രയും കാലം ജോലി ചെയ്തിരുന്നത്. അവിടെയെല്ലാം വെളുപ്പിച്ചെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെയും വെളുപ്പിക്കാനായി ഇറങ്ങിത്തിരിച്ചതാണോ? അതെ. എന്താ സംശയം? ഇന്ന് വൈകുന്നേരം നേരിൽ വന്നാൽ മിസ്റ്റർ സദാനന്ദന് ആ കാഴ്ച കാണാം. ഒരു സാധു ബ്രാഹ്മണന്റെ വീടിന്റെ ഉമ്മറത്ത് മദ്യപാനികളെ സൽക്കരിക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയ ആ ചോടി ഷോപ്പേ കത്തിക്കാൻ തന്നെയാ പോകുന്നത്. കത്തിച്ച് ആ പറമ്പ് വെളുപ്പിക്കാൻ. നേരിൽ വന്നാൽ ആ കാഴ്ച കാണാന്നേ. ഏതായാലും ഞാൻ നേരിട്ട് വന്ന സ്ഥിതിക്ക് സാറ് വരാതിരിക്കരുത്. എന്തെങ്കിലും അക്രമ സംഭവം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടത് നിങ്ങളുടെ കടമയാ. അച്ഛനെന്താ ഇങ്ങനെ? അമ്മ ഈ വീടിനു വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ അമ്മയെ സ്നേഹിച്ചൂടെ? അമ്മയെ കാണുമ്പോ നല്ല രീതിയിൽ സംസാരിച്ചൂടെ? അനിയത്തെ പോലെ ചേച്ചിയും അമ്മയ്ക്കൊപ്പം നിന്ന് എന്റെ കുറ്റങ്ങൾ കുടഞ്ഞിരണ്ട, കേട്ടല്ലോ? ഞാനെന്താ ഇങ്ങനെയെന്ന് ഇവള് ചോദിച്ചു. എടേ, അതിനുള്ള ഉത്തരവാ ഈ നിൽക്കുന്ന നിന്റെ അമ്മ. ഞാനീ പരിവായത് ജൂൺ 27-ാം തീയതി നടന്ന ഒരു ദുരന്തത്തിന് ശേഷം. അന്നാണ് ഞങ്ങളുടെ വെഡിങ് ഡേ. എല്ലാവരും അത് ആഘോഷിക്കാറുണ്ട്. ഈ ഞാനും അത് ആഘോഷിക്കും, അല്ല ആചരിക്കും. നിങ്ങൾ എന്നെ തേടി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ഒരു സാധു കുടുംബത്തിന്റെ അത്താണിയാ ഇവിടെ നഷ്ടമായിരിക്കുന്നത്. ശ്രീകുമാർ എന്ന ചെറുപ്പക്കാരനെ
ഇരുട്ടിന്റെ മറവിൽ കൊത്തിയെരിഞ്ഞത് ഷീബ കൊലക്കേസിലെ അതേ പ്രതികൾ തന്നെയാണ്. സമൂഹത്തിലെ മാന്യനായ ഒരാളിന്റെ മകൻ, കള്ളപ്പണവും കള്ളക്കടത്തും കൂടെ കൊണ്ടു നടക്കുന്ന സദാനന്ദൻ മുതലാളിയുടെ മകൻ കാർത്തികേയൻ എന്ന കാർത്തിക ഈ അരും കൊലയ്ക്ക് പിന്നിൽ. ശ്രീകാന്തിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം മടങ്ങിപ്പോകുമ്പോ കാർത്തിയും സുഹൃത്തുക്കളും എന്നെ വഴി തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. ശ്രീകുമാറിനുണ്ടായ അതേ അനുഭവം എനിക്കുമുണ്ടാകുമെന്ന് നേർക്ക് നേർ നിന്നവൻ പറഞ്ഞു. ആ ക്രിമിനൽ ഷീബ കൊലക്കേസിലെ സാക്ഷിയായിരുന്നു ആ ശ്രീകുമാർ. കോടതിയിൽ ആ പയ്യന്റെ നാവ് തുന്നിക്കെട്ടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അക്രമികൾ അവരുടെ വിധി നടപ്പിലാക്കി. അതുതന്നെയാണ് എന്നെയും കാത്തിരിക്കുന്നതെന്ന അവൻ പറഞ്ഞതിന്റെ അർത്ഥം. എനിക്ക് മരണഭയമില്ല, ഒരുത്തനെയും പേടിയുമില്ല. ഒരമ്മയുടെയും അച്ഛന്റെയും ദയനീയതയും നിസ്സഹായ അവസ്ഥയും കരച്ചിലും എന്റെ മനസ്സിലുണ്ട്. അത് മതി എനിക്ക് കോടതിയിലേക്ക് പോകാനും ശക്തമായ മഴയത്ത് വാൾ വീശിയത് ആരാണെന്ന് പറയാനും. അതിനു മുൻപ് നടന്നതൊക്കെ ഈ സമൂഹത്തെ അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാ നിങ്ങളെ തേടി വരുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. വെട്ടേറ്റ ശ്രീകുമാർ റോഡിൽ കിടക്കുമ്പോ അലമുറയിട്ട് ഞാൻ പലരോടും പറഞ്ഞു ആ പയ്യനെ ഒന്ന് കാറിൽ കയറ്റാൻ സഹായിക്കണമെന്ന്. പക്ഷേ പലരും അത് ശ്രദ്ധിക്കാതെ കടന്നു പോവുകയായിരുന്നു. അവസാനം എന്നെ പോലെ ചിന്തിക്കുന്ന ഒരാളിന്റെ സഹായത്തോടെയാ ആ പയ്യനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എന്റെ മോന്റെ പ്രായമേ ഉള്ളൂ ആ പയ്യന്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പയ്യന്റെ മരണത്തിൽ അയാളുടെ അച്ഛനമ്മമാരോടൊപ്പം തന്നെ വേദനയുണ്ട്. തന്റെ ഭാര്യ എന്താടോ ഇങ്ങനെ? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് താൻ ഇങ്ങോട്ടേക്ക് കയറി വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എടോ, ഈ ചോദ്യം തന്നെ ഞങ്ങളുടെ ലൈഫ് തുടങ്ങിയ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു തുടങ്ങിയത്, എന്താ എന്റെ ഭാര്യ ഇങ്ങനെയെന്ന്. അതിന് ഉത്തരം കണ്ടെത്തി തിരുത്താത്തതാ തന്റെ പരാജയം. ഞാൻ പരാജയപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ പരാജയപ്പെട്ടെങ്കിൽ പ്രശ്നക്കാരിയായ ഒരു ഭാര്യയ്ക്കൊപ്പം ഇത്രയും കാലം ജീവിക്കാൻ പറ്റുമോ? തന്റെ ജീവിതം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്റെ മോന്റെ കാര്യത്തിൽ എന്തെങ്കിലും പരിഹാരം കാണാൻ തനിക്ക് പറ്റൂ? എന്തായാലും കേസ് കോടതിയിലെത്തിയാൽ താൻ തന്നെ ആയിരിക്കുമല്ലോ അവന്റെ വക്കീല്. ഷീബ കൊലക്കേസ്, അവിടെ തന്റെ മോൻ ജയിലിൽ കാണാതിരിക്കണമെങ്കിൽ പ്രധാന സാക്ഷി കോടതിയിൽ എത്തരുതെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? ഇപ്പോ അവനെ മൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ സാക്ഷിയാണ് ഭാഗ്യലക്ഷ്മി. പിന്നെ ഷീബ കൊലക്കേസിൽ മൊഴി കൊടുക്കാൻ ശ്രീകുമാർ എന്ന വിറ്റ്നസ് ഇല്ല. അതുപോലെ തന്നെ അവന്റെ മരണത്തിന് സാക്ഷിയായ വില്ലേജ് ഓഫീസർ കോടതിയിലേക്ക് കടന്നു വരരുത്. ദാറ്റ്സ് ഓൾ. സ്വന്തം ഭാര്യയെ കളയാൻ തനിക്കാവില്ലേ? എങ്കിൽ എത്ര നന്നായിരുന്നേനെ. പിന്നെ താൻ ജീവിതത്തിൽ വിജയിച്ചെന്നൊക്കെ പറഞ്ഞതോ? പറഞ്ഞാ കേൾക്കാത്ത ഒരു ഭാര്യയ്ക്കൊപ്പം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണോ ഒരു വിജയമാവുന്നത്? എടോ, ഞാൻ വിജയമെന്ന് പറഞ്ഞത് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളൊരു അർത്ഥത്തില. സദാനന്ദ, ഇവിടെ ഞാൻ എന്റെ കഴിവ് മുഴുവനും കോടതി പുറത്തെടുത്താലും കാർത്തി രക്ഷപ്പെടണമെങ്കിൽ അതേ ഉള്ളൂ ഒരു മാർഗം. ഏത്? ഭാഗ്യം കോടതിയിൽ വരാതിരിക്കാം. ശ്രീകുമാറിനെ വെട്ടിക്കൊലപ്പെടുത്തി. അതുപോലെ എന്തെങ്കിലും മാർഗത്തിലൂടെ ഈ നാട് നന്നാക്കാൻ ഇറങ്ങിയ വില്ലേജ് ഓഫീസറെ തടയണം. എന്താ? കൊല്ലാനാണോ താൻ പറയുന്നത്? എന്റെ കുട്ടികളുടെ അമ്മയായി പോയില്ലേ, അതുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. തന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്ര ഞാൻ അതിരുവിട്ടൊന്നും ചെയ്യാത്ത. ഈ കേസ് മാത്രമല്ല, അറിയാലോ, ഒരുപാട് തലവേദന ഉണ്ടാക്കി കഴിഞ്ഞു ശ്രീമതി. ആ സാരമില്ലടോ, രാത്രി 2 പെഗ്ഗൊക്കെ അടിച്ച് തല പുകച്ചു കഴിയുമ്പോ ഒരു മാർഗം ഒത്തുവരും. എന്തായാലും കാർത്തിയെ ജയിലിലേക്ക് പറഞ്ഞുവിടാൻ എനിക്ക് പറ്റില്ല. ഞാനാ കാർത്തിയുടെ അച്ഛൻ. സദാനന്ദൻ മുതലാളി എന്ന് പറഞ്ഞൂടെ? ഒരു കൊലയാളിയുടെ അച്ഛനെന്ന് പറയണോ? ഓ, ഇന്നലത്തെ സംഭവത്തോടെ മകനങ്ങ് പ്രശസ്തനായി പോയല്ലോ. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. മക്കള് കള്ളനായാലും കൊലപാതകയായാലും മാതാപിതാക്കൾക്ക് ഒരു പൊൻകുഞ്ഞ് തന്നെ.
അതുകൊണ്ട് വീണ്ടും പറയാ, അവനോട് ക്ഷമിച്ചൂടെ? അന്നേ ദിവസം മാഡത്തിന് കോടതിയിലേക്ക് പോകാതിരുന്നൂടെ? എനിക്ക് ഒരുപാട് അച്ഛന്മാരില്ല, ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞ വാക്കിൽ വ്യക്തതയുണ്ട്, അതിനി മാറ്റി പറയാൻ പറ്റില്ല. അളിയന്മാരെ, ഇവളാള് കിടുക. അമ്മയെ പോലെ തന്നെ അതേ ശൗര്യം, അതേ തിളപ്പ്. അത്തരക്കാരെ പരസ്യമായിട്ട് ഉമ്മ വയ്ക്കുന്നത് എനിക്കിഷ്ടമാ. ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് ഒരു ചടങ്ങാ, ചുംബന സമരം. ഏയ് ആ വിടാം, കിടന്ന് പിടയ്ക്കാതെ വിടാമേ. പക്ഷേ അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് നടക്കണം. ചായ. എന്താ നിന്റെ മുഖത്തൊരു പാട്? ആരെങ്കിലും തല്ലിയോ? അവളുടെ ഒരു മകളുണ്ടല്ലോ, അച്ഛൻ പറഞ്ഞ കാന്താരി ദിയ. അവളെ വഴിയിൽ തടഞ്ഞ് പരസ്യമായി അപമാനിക്കാൻ നോക്കിയതാ. എവിടെന്നാണെന്നറിയില്ല, പെട്ടെന്നൊരുത്തൻ ചാടി വീണു. ഒറ്റയ്ക്കിന്ന് തല്ലി ഞങ്ങള് 3-4 പേരെ. മിടുക്കൻ. നിനക്ക് 2 തല്ലിന്റെ കുറവുണ്ടായിരുന്നു. അല്ല, മുഖത്തെ പാടല്ലോ അതോ ശരീരത്തിനകത്തും പാടുകൾ വീണിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിലേ 2 ദിവസം കഴിഞ്ഞ വേദന തുടങ്ങും, ആന്തരിക അവയവങ്ങൾ പ്രതികരിച്ചു തുടങ്ങും. ആ വില്ലേജ് ഓഫീസർ മകളുടെ പ്രൊട്ടക്ഷൻ ആളെ വിട്ടിട്ടുണ്ടോന്നറിയില്ല. നിന്നെ തല്ലിയവനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, നല്ല കരുത്തനാ. അവനെ ബോംബെറിഞ്ഞ് വീഴ്ത്തിയിട്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആ, ഇനി ബോംബെറിയാൻ നടക്ക. അവൻ അത്രയ്ക്ക് കരുത്തനാണെങ്കിൽ ആദ്യം നമ്മൾ കയ്യിലെടുക്കണം, എന്നിട്ട് ശത്രുവിന് നേരെ പിടിക്കണം. കാര്യം നടന്നു കഴിയുമ്പോ ഒന്ന് തള്ളിയേക്കണം. അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിന്റെ പേരിലുണ്ടാവുന്ന തിരിച്ചടിയൊക്കെ ഞങ്ങൾ സഹിച്ചോളാം. ആഹാ, അമ്മയുടെ നാവായ പൊന്നുമോള് വന്നല്ലോ. നീയും സദാനന്ദ മുതലാളിയുടെ മോന്റെ നോട്ടപ്പുള്ളിയാ, ഓർത്തോ? സദാനന്ദൻ മുതലാളിയുടെ മോന്റെ നോട്ടം മിടുക്കനായൊരു പയ്യൻ തല്ലിക്കെടുത്തിട്ടുണ്ട്. കാർത്തി എന്ന് പറയുന്നവന്റെ ശരീരം നന്നായി ചതഞ്ഞിട്ടുണ്ട്. ഈ സദാനന്ദ മുതലാളി മോനും ഒക്കെ ഇതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്ന് നീന്തി കയറി വന്നവര്.
അവരുടെ പാസ്റ്റിനെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. അതവിടെ നിക്കട്ടെ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ദാ ഇന്ന് വന്ന പത്രങ്ങളാണ്. പലതിലും നിങ്ങളുടെ അമ്മയെ വാഴ്ത്തിയിട്ടുണ്ട്. കണ്ടോ, സമൂഹത്തിന് വഴികാട്ടിയായി ഒരു വില്ലേജ് ഓഫീസർ ഹെഡിങ്. അതിന് താഴെ ധാരാളം വാഴ്ത്തിപ്പാടലുകൾ അവർ നടത്തിയിട്ടുണ്ട്. നിന്റെ പുന്നാര അമ്മയെ പറ്റിയ. അതൊരു നല്ല കാര്യമല്ലേ അച്ഛൻ? നല്ല കാര്യമാണ്. പക്ഷെ ആ നല്ല കാര്യത്തിന്റെ ഒപ്പം ചീത്ത കാര്യങ്ങളും ഉണ്ട്. ചില പത്രങ്ങളെ മറച്ചു എഴുതിയിട്ടുണ്ട്. കണ്ടോ, കളക്ടർ അമ്മ ചമയുന്ന വില്ലേജ് ഓഫീസർ. ഇതേതോ വിവരമുള്ള പത്രക്കാരെഴുതിയത്. ശരിക്കും അങ്ങനെ തന്നെയാണല്ലോ. ഓ, ജില്ലാ കളക്ടർമാർക്ക് പോലും ഇത്രയും പവറില്ല. ഞാൻ എന്റെ പരിധിക്കുള്ളിൽ നിന്നാ ഓരോന്നും ചെയ്യുന്നത്. ഒരു വില്ലേജ് ഓഫീസറുടെ പദവി കൃത്യമായിട്ട് അറിയാത്തവരാ പൊതുജനങ്ങളിൽ പലരും. എന്നാൽ വക്കീലായ നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. എന്റെ അതേ പൊസിഷനിലുള്ളവർ തങ്ങളുടെ അധികാരം പലപ്പോഴും വിനിയോഗിക്കുന്നില്ല. അതുകൊണ്ടാ എന്നെ പോലെയുള്ളവർ ഒറ്റപ്പെട്ടു പോകുന്നത്. ശ്രീമതി വില്ലേജ് ഓഫീസർ മാത്രമല്ല, വീടിനകത്ത് ഭരണയന്ത്രം തിരിക്കുന്ന ഒരു വീട്ടമ്മയാ. ഇവിടെ ശരിക്കും ഒറ്റപ്പെട്ടു പോയത് ഞാന്. അച്ഛൻ അങ്ങനെ ഒറ്റപ്പെട്ടു പോയെങ്കിലേ അത് അച്ഛന്റെ സ്വഭാവം കൊണ്ട് തന്നെയാ. ഞങ്ങളുടെ എന്തെങ്കിലും കാര്യം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു അച്ഛൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എടേ, സ്നേഹനിധിയായ അമ്മ മക്കൾക്കെല്ലാം ആർക്കും തരുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് അതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം? സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും. വെള്ള ഷർട്ടിന് മീതെ കറുത്ത കോട്ടുണ്ട് വക്കീലന്മാർക്ക്. നിങ്ങൾ പക്ഷേ മൊത്തത്തിൽ കറുപ്പ് ധരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ അമ്മയ്ക്കറിയാത്തതായി എന്തെങ്കിലും ഉണ്ടോന്നൊരു സംശയം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എന്റെ മോള് ഒരിക്കലും അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യില്ല. ദിയയും ദിലിയും എന്തെങ്കിലും കുറുമ്പ് കാട്ടിയാലും മോളെ ഇന്നേ വരെ എനിക്ക് ശാസിക്കേണ്ടിയും തല്ലേണ്ടിയും വന്നിട്ടില്ല. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില കൂട്ടുകെട്ടുകളുണ്ട് മോളെ. അവരുടെ സ്വഭാവം നമുക്കറിയാൻ പറ്റില്ല. രചന അമ്മയില്ലാത്ത കുട്ടിയാ. അച്ഛന് എന്തൊക്കെ അസുഖങ്ങളുണ്ട്. അവൾ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ടെങ്കിലും പല വീടുകളിലും ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയാ പഠിക്കുന്നത്. അല്ലാതെ വേറെ വരുമാനമൊന്നുമില്ല. പിന്നെ വാടക വീടിന്റെ റെന്റ് കൊടുക്കുന്നത് മറ്റു ഫ്രണ്ട്സ് എല്ലാം ചേർന്ന. അപ്പോ പൈസയ്ക്ക് ആവശ്യമുള്ള കൂട്ടത്തിലെ അവള്? അതെ. അങ്ങനെയുള്ളവർ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യില്ലേ? അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അമ്മ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. സാമർഥ്യം കൂടിയാലും പ്രശ്നമാ മോളെ. അമ്മേ, അമ്മ എന്താ ഇങ്ങനെ പതിവില്ലാത്ത ഒരു സംസാരമൊക്കെ? പതിവുകൾ പലതും തെറ്റാ മോളെ. പക്ഷേ ഞാൻ ഒരിക്കലും എന്റെ മക്കളെ കുറ്റപ്പെടുത്തില്ല. അവരൊരിക്കലും വഴിവിട്ട് സഞ്ചരിക്കുമെന്ന് ചിന്തിക്കുകയില്ല. കാരണം നിങ്ങളെ അങ്ങനെയാ ഞാൻ വളർത്തിയത്. അമ്മ, പോയത് ഒന്നും പറയാതെയാണല്ലോ ഇവിടുന്ന് പോയത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നു. ആരെ അമ്മേ? അതൊക്കെ മോളോട് പറയേണ്ട കാര്യമുണ്ടോ? അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ദിയ എന്നോട് പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നി. പ്രശ്നങ്ങൾക്ക് നടുവിലൂടെയായിരുന്നു അമ്മയുടെ ജീവിതം എന്നും. അതിലിടയ്ക്കിടയ്ക്ക്
ഏറ്റക്കുറച്ചിലുണ്ടാകുമെന്ന് മാത്രം. ആ, മോളുടെ അച്ഛൻ വന്നായിരുന്നു? ഇല്ല. ആഹാ, അമ്മ വന്നോ? എവിടേക്കാ അമ്മ പോയത്? ദേ, ഒരു റൗണ്ട് ചോദ്യം കഴിഞ്ഞു. മൂത്ത മോളുടെ വക. ഇനി നീയും തുടങ്ങണ്ട. എന്താ അമ്മയ്ക്ക് പറ്റിയത്? അമ്മ ആകെ ചൂടിലാണല്ലോ. അമ്മ കൊല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞ് നടക്ക് ഒരുത്തനും അവന്റെ മോനും. അമ്മ കോടതി ചെല്ലാൻ പാടില്ലല്ലോ. ഇവിടെ ഒരാൾക്കും അതാണല്ലോ ആഗ്രഹം. അതുകൊണ്ട് ഇനി അമ്മയെ തകർക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികള് അവന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് എന്നെ കാണുമ്പോഴാ സങ്കടം വരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല ചേച്ചി. എന്തെങ്കിലും ഒരു വിഷമം ഈ വീട്ടിലുണ്ടായ അതിലേറ്റവും കൂടുതൽ സെന്റിമെന്റൽ ആവുന്നത് ചേച്ചിയാ. അതമ്മയ്ക്കറിയാം. ഞാൻ പിടിച്ചു നിൽക്കുമെന്നും അമ്മയ്ക്കറിയാം. അതുകൊണ്ട് ചേച്ചിയെ കാണുമ്പോ ഇത്രയും വിഷമം. എന്തായാലും അമ്മയുടെ മനസ്സിൽ എന്താന്ന് നീ ഒന്ന് അറിഞ്ഞു വെക്കണം. അച്ഛനുണ്ടെങ്കിലും അച്ഛനില്ലാത്ത പോലെയാ നമുക്ക്. പിന്നെ അമ്മ കൂടി വേദനിക്കാൻ ദേഷ്യപ്പെടാൻ ചെയ്ത ഒരു സമാധാനം കാണില്ല. അതറിയാലോ. എങ്കി ഞാൻ പറയാ, അമ്മ ചെയ്യുന്നത് 100 അല്ല 101% ശരിയാ. അതുകൊണ്ട് അമ്മ തന്റെ ഇടത്തോടെ ഓരോന്ന് ചെയ്യുമ്പോ അതിന്റെ പേരിൽ നമുക്ക് എന്ത് നഷ്ടങ്ങൾ ഉണ്ടായാലും നമ്മൾ അമ്മയ്ക്കൊപ്പം ഉറച്ചു നിൽക്കണം. അമ്മ ചെയ്തത് ശരിയായില്ലെന്ന് ഒരിക്കലും നമ്മൾ മക്കള് പറയാൻ പാടില്ല. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന്. അതിന്റെ പേരിൽ ചേച്ചിയുടെ ഫ്രണ്ട്സ് പോലും ചേച്ചി കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ രചന ഉൾപ്പെടെ പലരും. അവരുടെ തന്റെ ഇടമെങ്കിലും ചേച്ചി കാണിക്കണം. നമുക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛനില്ല എന്ന തോന്നലുണ്ടെങ്കിൽ ആ അമ്മയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുക വേണ്ടത്. അമ്മേ, ശ്രീകുമാർ കൊലക്കേസിലെ സാക്ഷി പറയാൻ അമ്മ തീരുമാനിച്ചത് മുതല് പല ഭാഗത്തു നിന്നും ഭീഷണിയുണ്ടെന്നറിയാം. അതാണോ അമ്മയുടെ ഈ ടെൻഷന് കാരണം? അതോ ഓഫീസിൽ അമ്മയെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായോ? അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്ന? എന്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ നിന്നോട് പറയണോ? അമ്മ എന്നോടാണല്ലോ എല്ലാം പറയുന്നത്. എന്നാൽ ഒരു അമ്മയ്ക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ആ നേരത്ത് മറ്റുള്ളവരുടെ മൂഡ് മനസ്സിലാക്കി പെരുമാറണം, സംസാരിക്കണം. ഇങ്ങനൊരു അമ്മയെ ഞാൻ ആദ്യമായിട്ട് കാണും. അതെ, ഞാനും ഇങ്ങനെ ഒരു അമ്മയെ ആദ്യമായിട്ട് കാണുക. എന്റെ ഹൃദയം മാന്തി പൊളിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ദയവ് ചെയ്ത് ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വരരുത്. അമ്മയ്ക്കൊരു ചായ എടുക്കട്ടെ? വേണ്ട, നിങ്ങൾ രണ്ടാളും കുടിച്ചോ. ദിയ, വേദനയുണ്ട് എനിക്ക്. പുറത്തു പറയാൻ കഴിയാത്ത വേദന. അത് തൽക്കാലം മോളോട് പറയാൻ പറ്റില്ല. അതേപ്പറ്റി ചോദ്യങ്ങളും ഇനി വേണ്ട. ഷീബ കൊലക്കേസിലെ പ്രതികൾ തന്നെയാണ് ശ്രീകുമാറിന്റെ കൊലപാതകികൾ. ഒരിക്കലുമല്ല യുവർ. നിരപരാധികളായ സമൂഹത്തിൽ നല്ല പേരുള്ള എന്റെ കക്ഷികളെ മനഃപൂർവ്വം പ്രതികളാക്കി അവരുടെ ഭാവിയെയും മുന്നോട്ടുള്ള ജീവിതത്തെയും തടയാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചൊരു കേസാണിത്. ആയതിനാൽ സാക്ഷികളില്ലാത്ത ഈ കേസിൽ എന്റെ കക്ഷികളെ നിരുപാധികം വിട്ടയക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഭാഗ്യലക്ഷ്മി വന്നില്ലല്ലോ. ഇനി ഏതെങ്കിലും വിറ്റ്നസിനെ വിസ്തരിക്കാനുണ്ടോ? SSC 12/2022
അറപ്പുര വീട്ടിൽ അഡ്വക്കേറ്റ് വിജയകുമാറിന്റെ ഭാര്യ ഭാഗ്യലക്ഷ്മി ഹാജരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ടോ? മൈലോട്ട്, ഈ കേസിലെ മുഖ്യ സാക്ഷിയാണ് വില്ലേജ് ഓഫീസറായ ഭാഗ്യലക്ഷ്മി. ആയിക്കോട്ടെ, ഇന്ന് ഹാജരല്ലല്ലോ. അവർക്ക് പനിയും തളർച്ചയും ആയതുകൊണ്ടാണ് കോടതിയിൽ ഹാജരാവാതിരുന്നത്. ആയതിനാൽ ഈ കേസിന്റെ വാദം മറ്റൊരു ദിവസം കേൾക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ കേസ് വരുന്ന 28-ാം തീയതി വീണ്ടും കേൾക്കുന്നതാണ്. വാടോ. ദാ. അവരിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഒരു നെറിയുള്ള സ്ത്രീയാണെന്നാ കരുതിയിരുന്നത്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അവരെത്തുമെന്ന് ഉറപ്പായിരുന്നു. എനിക്കും ആ ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ സത്യം പറയാലോ, ഓരോ നിമിഷവും ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക്. എന്റെ ചെവി കേൾക്കായിരുന്നു എനിക്ക്. കോടതി പെർഫോം ചെയ്യുമ്പോഴും എന്റെ ചിന്ത മുഴുവൻ ആകെ വരുമോ ഇല്ലെന്നായിരുന്നു. എനിക്കും എന്റെ മോനും അങ്ങനെ ഒരു ഭയം ഇല്ലായിരുന്നു, അല്ലയോടാ? തനിക്ക് തന്റെ ഭാര്യയെ തടയാൻ പറ്റില്ല. എന്റെ മുന്നിൽ അതിന് വഴികൾ ഒരുപാടാ. വെറുതെ ഒന്നും അല്ലല്ലോ വക്കീലെ ഞാൻ ഇത്ര എത്തിയത്. എന്നെ ആരും വളർത്തിയതല്ലല്ലോടോ. ആ, ദാ വരുന്നു. വന്നപ്പോ ഒറ്റയ്ക്ക് വരാതെ ഭാര്യയും കൂടെ കൂട്ടാത്തത് എന്താ കളവാ? നിരപരാധിയായ എന്റെ മോനെ ജയിലിൽ കടത്തിയാലേ വാർദ്ധക്യം സമാധാനത്തോടെ തീരുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിരപരാധിയായ തന്റെ മകൻ എന്ന് പറഞ്ഞത് തിരുത്തണം. കോടതിയിൽ സത്യങ്ങൾ വളച്ചൊടിച്ച് കേസ് അനുകൂലമാക്കിയാലും ഇയാൾ ചെയ്ത തെറ്റ് മായ്ക്കാൻ പറ്റില്ല. ഓ, രാജേന്ദ്രൻ വക്കീലെ, ഈ കേസ് ഏറ്റെടുക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഇതിൽ നിന്ന് പിന്മാറണം. പിന്നെ അല്ലാതെ കാര്യം ഗവൺമെന്റ് വെച്ചേക്കണ വക്കീല് തന്നെ. പക്ഷെ വല്ല വയറുകടിയെന്നോ വയറുവേനൊക്കെ പറഞ്ഞ് തനിക്ക് ഇതിന്ന് ഒഴിവാവാൻ വാക്കിന് വ്യവസ്ഥയില്ലാത്തവരുടെ ഉറപ്പ് വാങ്ങിയിട്ട് കോടതി വരരുത് വക്കീല്. വില്ലേജ് ഓഫീസർ ഭാഗ്യലക്ഷ്മി ആയിരുന്നല്ലോ തന്റെ തുറുപ്പ് ചീട്ട്. എന്നിട്ട് അവരെവിടെ? കോടതിമാരെ വെറുതെ വിട്ടാലും ദൈവം വെറുതെ വിടത്തില്ല. ഓ, പോ പെട്ടെന്ന്. നിക്കണേ അവിടെ. അവളിവിടെ ഇല്ലായിരുന്നു അല്ലേ? തെറ്റ് ചെയ്യാതിരുന്നിട്ടും ഞാനും എന്റെ മോളും തോറ്റുപോയി. അവളുടെ കവളത്ത് കൊടുക്കേണ്ടതായിരുന്നു നിനക്ക് തന്നത്. അവളെ കാണുമ്പോ ഇതല്ല, കഴുത്ത് ഞെരിച്ച് കൊല്ലും ഞാൻ. അത്രയ്ക്ക് തകർന്നു നിൽക്കാ ഞാൻ. നിനക്ക് കിട്ടിയതും അധികമൊന്നുമല്ല, നീയും കൂട്ടുപ്രതിയാ.
ഈ വീടിന്റെ അടുക്കളക്കാരിയായി നിനക്കറിയാം സംഭവിച്ചത് എന്താണെന്ന്. അവളോട് പറഞ്ഞേക്ക് എപ്പോഴും ഇങ്ങനെ മുങ്ങി നടക്കാൻ പറ്റില്ലെന്ന്. എന്റെ മുന്നിൽ വന്ന് പെടുവെന്ന്. അതായത് ഞാൻ പല കേസുകൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ എന്നെ കുഴപ്പിച്ചൊരു കേസ് ഉണ്ടായിട്ടില്ല. എന്നാൽ അവസാനം ചിരിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിഞ്ഞത് മഹാഭാഗ്യം. താങ്ക് ഗോഡ്. ഓ, കോടതിയിൽ വന്നില്ലെങ്കിലും വക്കീൽ ഓഫീസിലോട്ട് എഴുന്നള്ളിയോ? അല്ല, ഇവിടേക്ക് അങ്ങനെ വരുന്ന പതിവൊന്നുമില്ലല്ലോ. ഇതൊരു ഭ്രാന്താലയമായിട്ട് കാണുന്ന ആള് പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത്? എനിക്കൊന്ന് സംസാരിക്കണം. ഒന്ന് പുറത്തേക്ക് വരുമോ? എന്താ വില്ലേജ് ഓഫീസർ ഭാഗ്യലക്ഷ്മി പറയുന്നത് എന്റെ ജൂനിയേഴ്സ് കേട്ട അത് നിനക്ക് കുറച്ചിലാണോ? ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് മാത്രം പറയേണ്ട കാര്യങ്ങളാ. അത് മറ്റുള്ളവർ കേൾക്കുന്നത് ശരിയല്ല. ഭർത്താവ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പിക്കാലോ. നടക്ക്. എന്താ എനിക്ക് പറയാനുള്ളത്? നമ്മുടെ മക്കൾക്കൊരു തളർച്ചയുണ്ടായാൽ, അവരുടെ ഭാവി ഇല്ലാതാക്കിയേക്കാവുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അപ്പോഴെങ്കിലും കൂടെ നിൽക്കൂ. എന്താ ഒന്നും മിണ്ടാത്തെ? ഒരിക്കലുമില്ല. നിന്റെ മക്കളുടെ ഭാവി ഇല്ലാതാക്കുന്നത് നീ തന്നെയാടി. നീ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം പോവാത്തവരാണ് നമ്മുടെ മക്കൾ. ദിലീപ് മാത്രമേ ഉള്ളൂ ഞാനെന്നൊരാളെ വീട്ടിലുണ്ടെന്ന് ചിന്തിക്കുന്നത് പോലും. അങ്ങനെയുള്ളപ്പോ മക്കളുടെ ഭാവി ഇല്ലാതാകുന്ന ഒരു സംഭവം ഉണ്ടായാൽ അത് സോൾവ് ചെയ്യേണ്ടത് അമ്മയായ നീ തന്നെയാ. ഒരു പ്രതിസന്ധി വരുമ്പോ കുടുംബനാഥനായി ഞാൻ അത് പരിഹരിക്കണമെങ്കിൽ എനിക്ക് ആ പരിഗണന കിട്ടണം.